ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ 7th സ്റ്റാൻഡേർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസിൽ 4 ചാപ്റ്ററുകളാണ് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ വരാൻ സാധ്യതയുള്ളതെന്നല്ല, 4 ചാപ്റ്ററാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ 4 ചാപ്റ്ററുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, നിങ്ങൾക്ക് സ്വാഭാവികമായൊരു ഡൗട്ട് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്ത് നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടത് മുതലായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തു പോകുന്ന ഒരു സെഷനാണിത്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററുകളും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ മെഡീവൽ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ എന്നാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ചാണ് നോക്കുന്നത്. മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹു എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ? മുഗൾ ഭരണം ആരംഭിച്ചത് ആരാണ്? 1526 ബാബറാണ്. 1526 ബാബറാണ് മുഗൾ ഭരണം ഡൽഹി ആസ്ഥാനമായിട്ട് ഈ ഒരു ഭരണം സ്ഥാപിച്ചത്. അപ്പൊ സ്ഥാപകനായ ഒരു വ്യക്തിയാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിൽ പറയാം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ? മുഗൾ ഭരണ സ്ഥാപകൻ ആരാണ്, അല്ലെങ്കിൽ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് മുതലായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മുഗൾ ഭരണം 1857 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് പ്രതാപത്തോടു കൂടി അല്ലെങ്കിൽ പോലും 1857 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു മുഗൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ ധാരാളം രാജാക്കന്മാർ മുഗൾ ഭരണം രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആ രാജാക്കന്മാർ ആരെല്ലാമാണ്? അപ്പോൾ ആ രാജാക്കന്മാരും അവരുടെ വർഷവും അവരുടെ ഇയറും നിങ്ങൾ പ്രധാനമായും നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഏതെല്ലാമാണ് ആ രാജാക്കന്മാർ? അപ്പോൾ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ബാബറാണ്, പിന്നത്തെ ഹുമയൂൺ ആണ്, പിന്നെ അക്ബർ ആണ്, പിന്നെ ജഹാംഗീർ ആണ്, പിന്നെ അങ്ങനെ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ആ രാജാക്കന്മാരുടെ പേര് കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഇനി അടുത്ത 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഹു വാസ് ദ ബെനവലന്റ് റൂളർ ഓഫ് മുഗൾ? മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് എന്നൊരു ചോദ്യം വരാം. ഒരു സംശയവും വേണ്ട, അത് അക്ബർ ആണ്. അപ്പോൾ അക്ബറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ അക്ബറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. 1 മാർക്കിന്റെ ഒരു ചോദ്യമേ വരികയുള്ളൂ എങ്കിലും അക്ബറിന്റെ കാര്യങ്ങൾ വായിച്ചിരിക്കണം. ഇനി അക്ബറിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കണം. അക്ബർ എന്ന് പറയുന്ന വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ റൂളർ അക്ബർ? അക്ബറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഒന്ന്, അക്ബർ വാസ് ദ പവർഫുൾ റൂളർ. അക്ബർ എന്ന് പറയുന്ന ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അക്ബറിന്റെ പ്രത്യേകത നോക്കിയിരിക്കണം. മാത്രമല്ല, വാട്ട് ആർ ദ പോളിസീസ് അഡോപ്റ്റഡ് ബൈ ദ അക്ബർ? അക്ബർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ അക്ബറിന്റെ നയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അക്ബർ കൺസ്ട്രക്ട് ചെയ്ത ഈബത്ത് ഖാന എന്ന് പറയുന്നത് 1575 ഫത്തേപൂർ സിക്രിയിലാണ്. ഡൽഹിക്ക് അടുത്തൊരു നഗരമാണ് ഫത്തേപൂർ സിക്രി. അവിടെ അദ്ദേഹം ഈബത്ത് ഖാന എന്ന് പറയുന്ന ഒരു വലിയൊരു മണ്ഡപം പണി കഴിപ്പിച്ചിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ റിലീജിയസ് മതപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരേപോലെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു മതമുണ്ട്, അത് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. അതെന്താണ്, ഏതാണ്? അക്ബർ ഫോം ചെയ്ത മതം ഏതായിരുന്നു, അല്ലെങ്കിൽ റിലീജിയൻ ഏതായിരുന്നു? ദാറ്റ് വാസ് ദിൻ ഇലാഹി. അപ്പൊ ദിൻ ഇലാഹി എന്താണെന്നോ അക്ബർ ഫോം ചെയ്ത മതം എന്തായിരുന്നോ എന്ന് ചോദിക്കാം. ഇതെല്ലാം പോളിസീസ് അഡോപ്റ്റഡ് ബൈ അക്ബർ എന്ന ഭാഗത്ത് വരുന്നതാണ്. അക്ബറിന്റെ നയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈബത്ത് ഖാന കൺസ്ട്രക്ട് ചെയ്തത്, ദിൻ ഇലാഹി. ഇത് 2 സെപ്പറേറ്റ് വേണമെങ്കിലും ചോദിച്ചേക്കാം. ദിൻ ഇലാഹി എന്ന് പറയുന്ന മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൻ എന്ന് പറയുന്നത് സുൽകുൽ, എല്ലാവർക്കും സമാധാനം, പീസ് ടു ഓൾ എന്നതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അക്ബറിന്റെ നയങ്ങളിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് റിലീജിയസ് ടാക്സ്. ജസിയ എന്ന് പറയുന്ന റിലീജിയസ് ടാക്സ് അദ്ദേഹം എടുത്തു കളഞ്ഞു. രജപുത്രന്മാരായിട്ടുള്ള രാജാ തുടർമാൽ, അതേപോലെ തന്നെ മൻസിംഗ്, ബീർബൽ മുതലായ ആളുകൾക്ക് അദ്ദേഹം അക്ബറിന്റെ കൊട്ടാരത്തിൽ ഹൈ ഒഫീഷ്യൽസ് ആയിട്ട് ജോലികൾ കൊടുത്തിരുന്നു എന്നതെല്ലാം അക്ബർ എല്ലാവരെയും ഒരേപോലെ കാണുന്നതിനോ റിലീജിയസ് ടോളറൻസിന്റെ തെളിവുകളായിട്ട് പറയാം.
പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മുഗൾ ആർമി, മുഗൾ സൈന്യത്തിന്റെ പ്രത്യേകത എന്നാൽ, അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നത് മുഗൾ ആർമി എന്നായിരിക്കില്ല, മൻസാബ്ദാരി സിസ്റ്റം, മൻസാബ്ദാരി സമ്പ്രദായം എന്തായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൻസാബ് എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു, വാട്ട് ദ ടേം ഓഫ് മൻസാബ് ഡിനോട്ട്, മൻസാബ് എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മൻസാബ്ദാരി സിസ്റ്റം എന്താണെന്നറിയാം, മുഗൾ ആർമിയിലെ ആളുകൾക്ക് നൽകുന്ന ഒരു റാങ്കാണ് മൻസാബ് എന്ന് പറയുന്ന ഒരു ടേം. അത് അവർ മുഗൾ ആർമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാവലറിയെയും അല്ലെങ്കിൽ ഹോഴ്സിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ, മൻസാബ് എന്ന് പറയുന്ന ടൈറ്റിൽ അവർക്ക് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ജാഗിർദാരി സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻസാബുമാർക്ക് അക്ബർ സാലറി അല്ല നൽകിയിരുന്നത്, മറിച്ചൊരു ജാഗിർ എന്ന് പറയുന്ന ഒരു ഭൂമിയാണ് അവർക്ക് കൊടുത്തിരുന്നത്. ആ ഭൂമിയിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് മൻസാബുമാർ അവരുടെ സൈന്യത്തെ, അവരുടെ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. മുഗൾ ആർമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൻസാബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ, അതായത് മുഗൾ ഭരണ രീതി എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുള്ളതായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട്. മുഗൾ രാജ്യത്തെ സഭയെന്നും സഭകളെ സർക്കാർ എന്നും സർക്കാരുകളെ പർഗാനകളായും പർഗാനകളെ ഗ്രാമങ്ങളായും തിരിച്ചിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ 1 മാർക്കിന്റെ ഒരു ചോദ്യം വരാം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഖാസി എന്ന് പറയുന്ന മതപണ്ഡിതന്മാരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. ഇനി മുഗൾ ഭരണത്തിന്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയുള്ളതായിരുന്നു? സോഷ്യോ സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്യൂഡൽ സൊസൈറ്റി, സോഷ്യൽ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന രാജാവായിരുന്നെങ്കിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് കോമൺ മാൻ, സാധാരണക്കാരനായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ധാരാളം ഈ പറയുന്ന ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ ഹാബിറ്റ് ആയിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അതായത് പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്നവർ, പലതരത്തിൽ ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, പലതരത്തിലുള്ള ജീവിത രീതികൾ, പല ഭാഷകൾ, അങ്ങനെയുള്ള പലതരം ജനങ്ങൾ അവിടുത്തെ ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് സിസ്റ്റവും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അവിടെ അഗ്രികൾച്ചർ ആയിരുന്നു മുഗൾ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. അതുകൂടാതെ അവിടുത്തെ കൃഷിയുടെ മറ്റ് പ്രത്യേകതകൾ, അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി മുഗൾ നഗരങ്ങൾ അത് ഇന്നത്തെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഭാഗം നോക്കിയിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവരുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അവിടുത്തെ ആ ഒരു കാലഘട്ടത്തിലെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിട്ടുണ്ടാവണം. ഇത്രയാണ് നമ്മുടെ മുഗൾ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായും നോക്കേണ്ട ഭാഗങ്ങളെങ്കിൽ, നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിന്റെ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, വിജയനഗര റൂൾ, എക്സ്പ്ലെയിൻ ദ വിജയനഗര റൂൾ. ഡിഫറെന്റ് ഡൈനസ്റ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ during the medieval period. The most prominent among them was the Vijayanagara. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട, ഒരുപാട് സാമ്രാജ്യങ്ങൾ ദക്ഷിണേന്ത്യ ഭരിച്ചെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഹംപിയെ കുറിച്ചും നിങ്ങൾ പ്രധാനമായിട്ടും നോക്കിയിട്ടുണ്ടാവണം. 1 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ ഹംപിയുടെ പ്രാധാന്യം, ഇപ്പോൾ ആസ് ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര, എക്സ്പ്ലെയിൻ ദ പെക്യുലാരിറ്റി ഓഫ് ദ സിറ്റി ഓഫ് ഹംപി. ഹംപി നഗരത്തിന്റെ പ്രാധാന്യം, വിജയനഗരത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ ഹംപി നഗരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ അതൊരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അവിടെ വിജയനഗരം ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടാണ് അത് പടർന്നു കിടന്നിരുന്നത് എന്നുള്ള കാര്യം നോക്കണം. ഇനി മാച്ച് ദ ഫോളോയിങ്ങിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന രാജവംശങ്ങളും ആ രാജവംശങ്ങളിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരെയും നിങ്ങൾ നോട്ട് ചെയ്യാൻ മറക്കരുത്. മാച്ച് ദ ഫോളോയിങ്ങിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും ബെനവലന്റ് റൂളർ, മുഗൾ ഭരണ സാമ്രാജ്യത്തിൽ അത് അക്ബർ ആയിരുന്നെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൽ അത് കൃഷ്ണദേവരായ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായരെ കുറിച്ചുള്ള പ്രത്യേകതകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻസ് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ് വിജയനഗരത്തിൽ ധാരാളം നിർമ്മിതികൾ, ക്ഷേത്രങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം 5 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ കൃഷ്ണദേവരായരുടെ ഭരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആ കാലഘട്ടത്തിലെ അമരനായക സിസ്റ്റം, മുഗൾ ഭരണത്തിൽ നമ്മൾ ഈ പറയുന്ന മൻസാബ്ദാരി സിസ്റ്റം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ ഇവിടെ വന്നേക്കാം. മുഗൾ ഭരണത്തിൽ ഉണ്ടായിരുന്ന മൻസാബ്ദാരി സിസ്റ്റവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ അമര എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ, അല്ലെങ്കിൽ അവർക്ക് ടാക്സിന് പകരം, അവർക്ക് സാലറിക്ക് പകരം ലാൻഡായിട്ട് അലോട്ട് ചെയ്തിരുന്ന രീതിയും അവിടെ നിന്ന് ടാക്സ് പിരിച്ചെടുത്ത് മിലിറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പാരിസൺ എക്സാമിന് വന്നേക്കാം. അതേപോലെ തന്നെ വിജയനഗര സാമ്രാജ്യത്തിലെ സോഷ്യൽ സിസ്റ്റം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അവിടുത്തെ എക്കണോമിക്സ് സിസ്റ്റം, അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ വ്യാപാരം, അവിടുത്തെ കച്ചവടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുതിരച്ചെട്ടി എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ കുതിര വ്യാപാരം നടത്തിയിരുന്ന കുതിരച്ചെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. 1 മാർക്കിനുള്ളൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അതേപോലെ തന്നെ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര എംപയർ, എക്സ്പ്ലെയിൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര എംപയർ, അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ മാർക്കിന്റെ ചോദ്യം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതാനായിട്ട് മിനിമം ഒരു 4 സെന്റൻസ് ആയെങ്കിലും നിങ്ങളത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഒരു അത്യാവശ്യം ഒരു വലിയ ചാപ്റ്റർ ആണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ചെറിയ ചോദ്യങ്ങളാണ് അധികവും ഈ ചാപ്റ്ററിൽ നിന്നും വരുന്നത്. എന്നാൽ വലിയ ചോദ്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചോദ്യങ്ങളും ഒരേപോലെ വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്, മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ഭക്തി പ്രസ്ഥാനം? വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ്? അപ്പോൾ ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ഭക്തിയുടെ സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ആശയങ്ങളോ പ്രവർത്തികളെയോ നമുക്ക് ഭക്തി മൂവ്മെന്റ് എന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ റീസൺ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ മെഡീവൽ ഇന്ത്യ? മധ്യകാല ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം വളർന്നു വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. കാസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസ് എല്ലാം സാധാരണക്കാരനെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് ഭക്തി പ്രസ്ഥാനം വരുന്നത്. ഭക്തി പ്രസ്ഥാനം സാധാരണക്കാരനെ അംഗീകരിക്കുകയും സാധാരണക്കാരന്റെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ സാധാരണ ജനങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ആ പ്രസ്ഥാനം ഇന്ത്യയിൽ വളർന്നു വരികയും ചെയ്തു. ഭക്തി പ്രസ്ഥാനം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് സൗത്ത് ഇന്ത്യയിലാണ്. സോ എക്സ്പ്ലെയിൻ ദ ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഭക്തി പോയറ്റേഴ്സിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ടാവണം. ഇനി വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റിന്റെ പ്രത്യേകത എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലവ് ആൻഡ് സബ്മിഷൻ ഓഫ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൽ അവർ സ്വയം സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് മെൻ, അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഇവിടെ സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അതേപോലെ തന്നെ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ഭക്തി മൂവ്മെന്റ്സ് ഗെയിൻഡ് ഇമ്പോർട്ടൻസ് എമംഗ് ദ പീപ്പിൾ? സാധാരണക്കാർക്കിടയിൽ ഭക്തി പ്രസ്ഥാനം എങ്ങനെയാണ് ഫലപ്രദമായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വളർന്നു വന്നത് എന്നതൊരു പ്രധാനപ്പെട്ട
ചോദ്യമാണ്. അപ്പോൾ ഭക്തി മൂവ്മെന്റ് വളർന്നു വന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്തി പോയറ്റേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഭക്തി മൂവ്മെന്റ് രണ്ടായിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ ആൾവാർമാര്, നായനാർമാര് എന്നിങ്ങനെയൊക്കെ ജനങ്ങളെ തിരിച്ചിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നായനാർമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രബന്ധങ്ങൾ, ഇപ്പോൾ 4000 ദിവ്യ പ്രബന്ധം അല്ലെങ്കിൽ തിരുമുറൈകൾ, നായനാർമാർ വികസിപ്പിച്ചെടുത്താണ് തിരുമുറൈകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കവികൾ, അതായത് നായനാർമാർ എന്ന് പറയുന്ന ശിവഭക്തരും ആഴ്വാർമാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തരിലെയും പ്രധാനപ്പെട്ട കവികളെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടാവണം. അതുകൂടാതെ ഭക്തി പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കർണാടകയിലെ ഭക്തി പ്രസ്ഥാനമായിട്ടുള്ള വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ബസവണ്ണ. ബസവണ്ണയുടെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ബസവണ്ണ വാസ് ദ ഫിലോസഫർ, സോഷ്യൽ റീഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കർണാടക ദേശ 12th century. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബസവണ്ണ എന്ന് പറയുന്നത്. ബസവണ്ണ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതേപോലെ തന്നെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ആയിരുന്ന അനുഭവ മണ്ഡപം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചോദിക്കാം, അനുഭവ മണ്ഡപത്തിന്റെ പ്രത്യേകത ചോദിക്കാം. അതിനേക്കാൾ ഉപരി ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തികൾ 5 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ചോദ്യമായിട്ട് എക്സാമിന് വരും. ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കബീർ. കബീറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? കബീർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? കബീർ എഴുതിയ ദോഹ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 മാർക്കിന് മാച്ച് ദ ഫോളോയിങ്ങിൽ വേണമെങ്കിൽ കയറി വന്നേക്കാം. കബീറിനെ പോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഗുരു നാനാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഗുരു നാനാക്കിന്റെയും പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ ലങ്കർ എന്ന് പറയുന്ന കോമൺ കിച്ചൺ, അല്ലെങ്കിൽ മോണോത്തിസം ഏകദൈവ വിശ്വാസം, അതേപോലെ തന്നെ സിക്കിസം എന്ന് പറയുന്ന ഒരു പുതിയ നയം, പുതിയൊരു മതം തന്നെ അദ്ദേഹം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വുമൺസ് ഇൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീകൾ ആരെല്ലാമായിരുന്നു, അവരുടെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ആണ്ടാള്, അല്ലെങ്കിൽ കാരക്കൽ അമ്മയാർ, അക്ക മഹാദേവി, മീരാബായി, അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം. അതിൽ ആണ്ടാളിൻ്റെയും കാരക്കൽ അമ്മയാറിൻ്റെയും ഭക്തി മൂവ്മെൻറ്റിൻ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ പഠിച്ചതാണെങ്കിൽ മീരാബായിയെ കുറിച്ച് സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ മീരാബായിയെ കുറിച്ചുള്ള പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. വേണമെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ മീരാബായിയുമായി വന്നേക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് കബീർ, ഗുരു നാനാക്കാണ്. മീരാബായിയെ കുറിച്ച് ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിലും തള്ളിക്കളയാൻ പറ്റില്ല. മീരാബായിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ കാരക്കൽ അമ്മയാർ, ആണ്ടാൾ, ഇവരെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. അക്ക മഹാദേവിയെ കുറിച്ചും പ്രധാനമായിട്ടും നോക്കിയിട്ടുണ്ടാവണം. ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വലിയ ചോദ്യമാണ് വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? അതും ഒരു 5 മാർക്കിനുള്ള ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഭക്തി മൂവ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒരു പരിധിവരെ മാറ്റം വന്നത്, മോണോത്തിസം എന്ന് പറയുന്ന ഒരു ആശയം വന്നത്, ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം സാധാരണക്കാരന് ലഭിച്ചു തുടങ്ങിയതെല്ലാം ഭക്തി മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് സൂഫി മൂവ്മെന്റ്. സൗത്ത് ഇന്ത്യയിൽ ഭക്തി മൂവ്മെന്റിന്റെ സെയിം ഫോം തന്നെയായിരുന്നു ഉത്തരേന്ത്യയിൽ സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സൂഫിമാരുടെ പ്രത്യേകതകൾ നിങ്ങൾ ഒരു നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ സൂഫികളെ പ്രധാനമായിട്ടും പിർ, ഷെയ്ഖ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സൂഫി ഫോളോവേഴ്സിനെ മുറൈദ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള സൂഫിമാർ, ഇപ്പോൾ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി വളരെ അജ്മീറിലെ പ്രശസ്തനായ ഒരു സൂഫിയാണ്. അപ്പോൾ ആ സൂഫിയെ കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ മാച്ച് ദ ഫോളോയിങ്ങിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളെ കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ വെർണാക്കുലർ ലാംഗ്വേജിന്റെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായത്. അങ്ങനെ വളർന്നു വന്ന പ്രധാനപ്പെട്ട ഭാഷകളും അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സും അതിലെ ഓതേഴ്സും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഭക്തി സൂഫി മൂവ്മെന്റ് എത്രത്തോളം ഇൻഫ്ലുവൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എന്നതും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇത്രയാണ് 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ.
ഈ ഭാഗങ്ങൾ കൃത്യമായി കവർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് പാടുള്ളൂ.